അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇലക്ഷൻ റിസൾട്ട് അനാലിസിസ് എന്നൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അവിടെ സംഭവിച്ച ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് അതിന്റെ ട്രെൻഡിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ച്, എന്നിട്ട് നമ്മൾ അവിടെ സംസാരിച്ച് നിർത്തിയത് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ നമ്പേഴ്സും NDAക്ക് കിട്ടിയ നമ്പേഴ്സിനെയും വെച്ചിട്ട് ഇനി ആരാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഈ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അതിന് ചില അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ NDA അലയൻസ് സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഇരിക്കാൻ തീരുമാനിച്ചു. അത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ മുന്നിലുള്ള സാധ്യതകൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന്, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കേരളത്തിൽ ക്രോസ് വോട്ടിങ്ങിനെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു CPM ക്രോസ് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അവരുടെ നമ്പേഴ്സ് മാച്ച് ആയതുകൊണ്ട് അവർ ക്രോസ് വോട്ടിങ് ചെയ്യില്ല. അപ്പൊ ഈ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വം തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ BJPക്ക് മറച്ചു കൊടുത്തിട്ട് അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ക്രോസ് വോട്ടിംഗ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ 10,70,000 വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ക്രോസ് വോട്ടിംഗ് ആണോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് മുർഷിദിന് തോന്നുന്നത്? ഈ കോൺഗ്രസിന്റെ വോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസ് അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് മനഃപൂർവ്വം BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ കേരളത്തിൽ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ക്രോസ് വോട്ടിങ്ങിനുള്ള ഒരു ചാൻസും നമ്മൾ ഉണ്ടായിട്ടില്ല. ഓക്കെ. കാരണം പറഞ്ഞാല് മുരളീധരൻ വന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ക്ലാരിഫിക്കേഷൻ പല ആൾക്കാർക്കും ഒരു സംശയം വന്നത് CPM ക്രോസ് വോട്ട് ചെയ്യാൻ ഉണ്ടാവുമോ, അങ്ങനെ ഒരു കാരണം ED കരുവന്നൂർ, അപ്പം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമെന്നാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. കാരണം CPMന് വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 5,000-10,000 വോട്ട് CPMന് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, കോൺഗ്രസിന് വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ പക്ഷെ അതൊരു ക്രോസ് വോട്ടിംഗ് ആവുമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം മൊത്തത്തിൽ കേരളത്തില് LDFനും UDFനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. BJPക്ക് വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊരു ക്രോസ് വോട്ടിംഗ് അല്ല. അത് LDF ആയാലും UDF ആയാലും നമ്മുടെ കേരളത്തില് BJPന്റെ സംഘപരിവാറിന്റെ കാര്യങ്ങൾ എത്രത്തോളം അഡ്രസ് ചെയ്യുന്നതിൽ ഈ രണ്ട് പാർട്ടിയിലും നല്ല പോരായ്മകളുണ്ട്. കാരണം അവര് എങ്ങനെയാണോ ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളിൽ അവർ അത് അഡ്രസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഈ കോൺഗ്രസിന് ഒരു 70,000 വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ കുറെ വോട്ടുകൾ കുറഞ്ഞല്ലോ, അത് ഇവർ ക്രോസ് വോട്ടിംഗ് ചെയ്തു എന്നാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ അങ്ങനെ ഒരു വോട്ടിംഗ്? ഇപ്പൊ ഇന്ന് മുരളീധരനും അത് തന്നെ പറഞ്ഞത്, അവരുടെ നമ്മുടെ ക്രിസ്ത്യൻ വോട്ടുകളിലൊക്കെ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരു കേന്ദ്രമന്ത്രി വരും എന്നുള്ള ധാരണയിൽ യങ് ജനറേഷൻ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് മുരളീധരൻ പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് താങ്കൾക്ക് പറയുന്നത്? തൃശ്ശൂരിൽ 2019 സുരേഷ് ഗോപി ആദ്യമായിട്ട് വരുന്നു. സുരേഷ് ഗോപി വരുന്ന ഒരു താരമായിട്ടാണ് അന്ന് വരുന്നത്. സുരേഷ് ഗോപി തോക്കുന്നു സ്വാഭാവികമായിട്ട്. പക്ഷെ അന്നൊരു എന്താ പറയാ, ശബരിമല ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ 2.5 ലക്ഷം വോട്ടോളം സുരേഷ് ഗോപിക്ക് കിട്ടി. അപ്പൊ തന്നെ BJPക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. പിന്നെ നിയമസഭയിൽ വന്ന്, പക്ഷെ നിയമസഭയിലും സുരേഷ് ഗോപി തോക്കുകയുണ്ടായിരുന്നു. അപ്പൊ അത് തൃശ്ശൂർ അപ്പോഴും വോട്ട് ഷെയർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം BJP അവിടെ ഓൾറെഡി ഒരു പ്രൊജക്ട് സെറ്റായി. സുരേഷ് ഗോപിയും ഓൾറെഡി അതൊരു ടാർഗറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 5 വർഷത്തോളം സുരേഷ് ഗോപി അവിടെ ക്യാമ്പയിൻ ചെയ്തു. സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ താരമൂല്യത്തിന്റെയും എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതൊക്കെ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. എല്ലാ റിസോഴ്സും ചെയ്തിട്ടുണ്ട്. PR വർക്കും എല്ലാ തരത്തിലും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് ആണ് 2024 ഈ സുരേഷ് ഗോപിയുടെ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോഴും ഇലക്ഷന് മുമ്പും ആരും ഇത്ര തന്നെ, കേരളത്തിലുള്ള ആരും ഏതായാലും സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒരു 70,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അപ്പൊ ഞാൻ നോക്കി അത് പ്രത്യേകിച്ച് പറയാൻ കാരണം, തൃശ്ശൂർ എന്ന മണ്ഡലത്തില് മുസ്ലിംസ് വോട്ടും ക്രിസ്ത്യൻ വോട്ടും വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 20% ക്രിസ്ത്യൻ വോട്ടുണ്ട്. അപ്പം കേരളത്തിൽ ആരും പ്രതീക്ഷയില്ല ക്രിസ്ത്യൻ വോട്ട് BJPയിലേക്ക് പോകും. അതുപോലെ മുസ്ലിം വോട്ടും പോകുന്നു. ഈ 70,000 വോട്ടിന്റെ ഭൂരിപക്ഷം വന്നപ്പം അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടും വന്നിട്ടുണ്ട്, മുസ്ലിം വോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കി കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ, ഒന്നാമത് നമ്മള് കേരളത്തിൽ ഈ UDFും LDFും ഈ സംഘപരിവാറിന്റെ അവരെ പ്രൊപ്പഗണ്ട കാര്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ സമയത്തുണ്ടായ കുറെ കാര്യങ്ങൾ, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കാസ പോലുള്ള സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ അവിടെ എത്രത്തോളം അത് വലുതാക്കി ഇഷ്യൂ ആയിട്ട് കാണിക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കുറെ ആൾക്കാർക്ക് എന്താ പറയുക സ്വാധീനിച്ചിട്ടുണ്ട്, എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇതൊരു ട്രെൻഡ് ആയിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അതായത് സുരേഷ് ഗോപി അവിടെ തന്നെ നിലനിന്ന് അവിടെ ഒരു കേന്ദ്രമന്ത്രിയെ അവിടെ എന്തോ ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീതി അവർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്തായാലും CPMും അല്ലെങ്കിൽ കോൺഗ്രസും ഇപ്പൊ നേമത്ത് ഓ രാജഗോപാൽ വന്ന് അയാളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് ശ്രമിച്ച പോലെ
ഇവർ ഒരുമിച്ച് എന്തായാലും ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് വരും, കാരണം ഓൾറെഡി കേരളത്തിൽ ചർച്ചയായി. മാത്രമല്ല ഇനി BJP തന്നെ, ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ വേറൊരു പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യാണ്. BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പുമായിട്ട് സുരേഷ് ഗോപിക്ക് യാതൊരുവിധ രീതിയിലുള്ള ബന്ധവുമില്ല, അല്ലെങ്കിൽ അവരുമായിട്ടൊരു നല്ല ബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ 3 സഖ്യങ്ങൾ ചേർന്നിട്ടായിരിക്കും അടുത്ത 5 വർഷം കഴിഞ്ഞ് BJP സുരേഷ് ഗോപി ഇറക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. 2 കാര്യങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഒന്ന്, അയാൾ പറയുന്നത് ഇത് എനിക്ക് കിട്ടിയ വോട്ടാണ്, പാർട്ടി കിട്ടിയ വോട്ടല്ല. 1. 2, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അനുരാഗ് ഠാക്കൂർജിയുമായി സംസാരിച്ചു, നരേന്ദ്രമോദിയുമായി സംസാരിച്ചു, JP നദ്ദാജിയുമായി സംസാരിച്ചു, ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം സംസ്ഥാന നേതാക്കളിൽ ഒരാളെ പോലും എണ്ണുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു പോയിന്റാണ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിന്റെ ഒരു ഭാവിയായിട്ട് സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും 5 വർഷം കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഭാവി ഇതായിരിക്കാം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ത്യ അലയൻസിന് അന്ന് രാത്രി നമ്മൾ വന്ന് നോക്കുമ്പോൾ 234 സീറ്റ് ഉണ്ട്, BJPക്ക് 240 സീറ്റ് പ്ലസ് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും സീറ്റുകൾ അപ്പുറത്തുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ നമ്പേഴ്സ് വെച്ചിട്ട് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എന്തായിരിക്കും സർക്കാർ? അപ്പോൾ ഇന്ത്യ അലയൻസ് അന്ന് ഒരു ചെറിയ ഒരു സംസ്ഥാനം കേൾക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യ അലയൻസ് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കാഞ്ഞത് എന്നത് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ എന്താണ്? എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യ അലയൻസിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യ അലയൻസിന്റെ ഫസ്റ്റ് മീറ്റിംഗിന് ശേഷം കാർഗേജി വന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ തന്നെ അതിന് വ്യക്തമായിട്ട് ഉത്തരമുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നു. ഇപ്പൊ ചാടിക്കേറി നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എങ്ങനെയെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് NDA അലയൻസ് സർക്കാർ ഫോം ചെയ്തിട്ട് അത് എത്രത്തോളം പോകുന്നത് ഇന്ത്യ അലയൻസ് വെയിറ്റ് ചെയ്ത് നോക്കിയെന്നാണ്. കാരണം അപ്പുറത്തുള്ള ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാറും രാഷ്ട്രീയത്തിലെ ചാണക്യന്മാരാണ്. ഈ 10 വർഷത്തിനിടയ്ക്ക്, ലാസ്റ്റ് 10 വർഷത്തിനിടയ്ക്ക് നിതീഷ് കുമാർ, ഫോർ എക്സാമ്പിൾ നിതീഷ് കുമാർ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി എന്നുള്ളത് എല്ലാവർക്കും അറിയണം. ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഇന്ത്യ അലയൻസ്, നിതീഷ് കുമാർ ഇന്ത്യ അലയൻസ് വിട്ടുപോയപ്പോഴും തേജസ്വി യാദവ് അവിടെ സീറ്റ് കൂടുന്ന പ്രതീക്ഷിച്ചത്. കാരണം ഈ ഒരു ചാട്ടം കൊണ്ട് അവിടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ നിതീഷ് കുമാറിന്റെ കാര്യത്തില് നമ്മൾ എപ്പോഴും സർപ്രൈസിംഗ് ആണ്. കാരണം അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് മാറുന്നേ ഇല്ല. അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് അദ്ദേഹത്തിനുണ്ട്. ഒരു അഴിമതി ഇത്രയും കാലമായിട്ട് ഒരു അഴിമതിയും അദ്ദേഹത്തിന് മേലിലില്ല. അപ്പുറത്ത് പിന്നെ ചന്ദ്രബാബു നായിഡു ഇതുപോലെ BJP കറക്റ്റ് ഒരുപാട് തിക്താനുഭവങ്ങൾ BJP വന്നിട്ടുണ്ട്. പക്ഷെ അയാൾ ഒരു ജെന്റിൽമാൻ പൊളിറ്റിക്സിന്റെ ഒരു ആളായതുകൊണ്ട് അയാൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ അസംബ്ലി ഇലക്ഷനിലും NDA അലയൻസ് ഉണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡു ജയിച്ചു. പക്ഷെ അയാൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ NDAന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഇത് നോക്കി കാണുമ്പോൾ അവര് പിന്നെ അതുപോലെ എന്താ പറയാ കുറെ ഡിമാൻഡ്സും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശനിയാഴ്ച ഫോം ചെയ്യുന്ന പറഞ്ഞ് NDA ഗവൺമെന്റ് ചിലപ്പോ അത് നാളെ ഞായറാഴ്ചത്തേക്ക് മാറ്റി വെക്കാൻ സാധ്യത. കാരണം ഒരുപാട് ഉപാധികൾ, കാരണം ഇങ്ങനെ ഒരു അലയൻസ് വരുമ്പോൾ ഒരുപാട് ഉപാധികൾ മുന്നോട്ട് വരും. BJPയെ സംബന്ധിച്ച് ഇത് ഫസ്റ്റത്തെ കോalition ഗവൺമെന്റ് ഒന്നല്ല. 1996 വാജ്പേയി ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ 1998 വീണ്ടും അഗൈൻ വാജ്പേയി വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ വാജ്പേയി കോalition ഗവൺമെന്റ് ഓൺലി 13 ദിവസം നിന്നിട്ടുള്ളൂ. പക്ഷെ രണ്ടാമത്തെ കോalition ഗവൺമെന്റ് ഓൾമോസ്റ്റ് ഒരു 5 ഇയേഴ്സ് നല്ല രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്തു. അവര് കാലാവധി തീരുന്നതിന് മുമ്പ് സർക്കാർ പിരിച്ചിട്ടിട്ട് വീണ്ടും ഇലക്ഷനെ നേരിടുകയാണ് ചെയ്തത്. കാരണം അവർക്ക് വീണ്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വാജ്പേയി അല്ല ഇന്നത്തെ നരേന്ദ്രമോദിയും അമിത്ഷായും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ഇത്രയും കാലം അവർ ചെയ്തിട്ടില്ല. ഗുജറാത്തിലും പരിചയമില്ല, ഈ കേന്ദ്രത്തിലും പരിചയമില്ല. 2014 ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് 283 സീറ്റ്സ് BJPക്ക് ഒറ്റക്കുണ്ട്. 2019 വരുമ്പോൾ 303 സീറ്റും ഉണ്ട്. അപ്പൊ അവർക്ക് വലിയ കാര്യമില്ല, വലിയ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊന്നും ആവശ്യമേ ഇല്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള വഴി, ഡിമോണിറ്റൈസേഷൻ വരുമ്പോൾ വേറെ ആരോടും ചോദിക്കണ്ട, അമിത്ഷാ മോഡി എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ. അതുപോലെ ലോക്ക്ഡൌൺ വരുമ്പോൾ, കൊറോണ വന്ന് ലോക്ക്ഡൌൺ വരുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റ് സർക്കാരിനോടോ, കാരണം ഇത്രയും വലിയൊരു പാൻഡമിക് വരുമ്പോഴും അവർക്ക് വേറെ ആരോടും ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ നേരിട്ട് തീരുമാനം എടുക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പുതിയ ഗവൺമെന്റ് അലയൻസ് ഫോം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഡിമാൻഡ്സ്, മന്ത്രിമാരുടെ പദവിയിൽ ഇത് വകുപ്പുകളിലല്ല ഇതിൽ പ്രശ്നങ്ങൾ വരിക.
പോളിസീസ് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്. കാരണം പോളിസീസ് വരുമ്പോൾ മറ്റേ TDP ആയാലും നിതീഷ് കുമാർ ആയാലും ഇവർ രണ്ടുപേരും മുസ്ലിംസ് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആൾക്കാരല്ല. ഇവർക്ക് രണ്ടുപേർക്കും ആന്ധ്രയിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ നല്ല മുസ്ലിം വോട്ട് ബേസ് ഉള്ള ആൾക്കാരാണ്. ആൻഡ് ആൾസോ TDPയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ മകന് എനിക്ക് ഇന്നലെയാണോ മിനിയാന്നാണോ വ്യക്തമാക്കിയിട്ടുണ്ട്, അവര് അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ടുള്ള പ്രകടന പത്രികയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സംവരണം, മുസ്ലിം റിസർവേഷൻ, മുസ്ലിം സംവരണം. എന്നിട്ട് അതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ ഊന്നി പറഞ്ഞു സംവരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമല്ല. എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലുള്ള പല ഗവൺമെന്റിനും ഇത് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി മുസ്ലിംസ്, സമൂഹത്തിന്റെ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് സംവരണം. അതൊരു ഒരു കമ്മ്യൂണിറ്റിനെ പ്രീണിപ്പിക്കലല്ല. ആ TDPയുടെ ചന്ദ്രബാബു മകന് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംവരണം എന്ന് പറഞ്ഞാൽ പ്രീണനമല്ല, സമൂഹത്തിന്റെ എല്ലാ ജാതിയിലുള്ള ആൾക്കാരെയും താഴെ തട്ടിലുള്ള ആൾക്കാരെ ഉയർത്തി കൊണ്ടുവരേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അതിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇങ്ങനെ പോളിസീസിലൊക്കെ ആകുമ്പോൾ പ്രശ്നം വരുമ്പോഴാണ് ഈ അലയൻസിന് വിള്ളൽ വീഴാൻ ചാൻസ്. അതാവും ഇന്ത്യ അലയൻസ് വെയിറ്റ് ചെയ്യുന്നത്. ഇന്ത്യ അലയൻസ് വരും. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ നമ്പേഴ്സ് മാച്ച് ആണ്. ഇപ്പൊ 234 മെമ്പേഴ്സ് ആണ് ഇപ്പൊ കോൺഗ്രസ് ഇന്ത്യ അലയൻസിന്. അതിന്റെ കൂടെ 18ഉം 12ഉം അല്ലെ 12 സീറ്റുള്ള JDUവും 18 സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടിയാൽ പോലും 272 ആവില്ല. പിന്നെയും അവർ ആളുകളോട് സംസാരിക്കാനും ഇതിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യത. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന്, അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ചെയ്യേണ്ടതില്ല എന്ന് ഇന്ത്യ അലയൻസ് മാത്രമല്ല നിതീഷ് കുമാറും ചിന്തിക്കുന്നുണ്ടാവും. കാരണം നിതീഷ് കുമാർ ചിന്തിക്കുന്നത് ഞാനും ഇനി ചന്ദ്രബാബു നായിഡുവിനെയും കൂട്ടിയിട്ട് ഇന്ത്യ അലയൻസ് പോയാൽ അവിടെ ഭൂരിപക്ഷം ആവുന്നില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെയും കടിച്ചതും പോകും പിടിച്ചതും പോകുന്നെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ പോളിസികളിലാണ് ഇനി ഇവിടെ പ്രശ്നം വരാൻ വേണ്ടിയിരിക്കുന്നത്. അത് പോളിസികളിൽ ഒന്ന്. രണ്ടാമത് ഇനി മഹാരാഷ്ട്രയില് ഇപ്പോ അസംബ്ലി ഇലക്ഷൻ വരാനിരിക്കുന്നുണ്ട് 6 മാസം കഴിഞ്ഞിട്ട്. അപ്പോ ഏക്നാഥ് ഷിൻഡെ ഇപ്പോ അവിടെ ശിവസേനയിൽ നിന്ന് തെറ്റിപ്പോയി, ഉദ്ധവ് താക്കറയിൽ നിന്ന് തെറ്റിപ്പോയ ഏക്നാഥ് ഷിൻഡെക്ക് ഈ ഇലക്ഷനിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതിനേക്കാൾ കഷ്ടമായിരിക്കും അവിടുത്തെ അസംബ്ലി ഇലക്ഷനിലെ അവസ്ഥ. അസംബ്ലി ഇലക്ഷനിൽ ഉദ്ധവ് താക്കറെ ഇതിലും സ്ട്രോങ് ആയിട്ട് വരും. അപ്പൊ ഇനി ഏക്നാഥ് ഷിൻഡെന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇനി 7 MP ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട്. അത് ഓൾറെഡി സംഭാഷണം തുടങ്ങിയിട്ടുണ്ട്. അജിത് പവാറിന്റെ കൂടെ പോയ ഒരു MP എങ്കിൽ ഒരു MP അവരും ഇങ്ങോട്ട് വരാനിരിക്കുന്നു. അപ്പോ ചില സ്വതന്ത്രമായ അപ്പൊ സമയമുണ്ട് ഇവർക്ക്. ഇനി ടൈം എടുത്ത് ഇനി ഇതിന്റെ പവർ ഡൈനാമിക്സ് മാറുകയാണ്. ഇവര് ഇന്ത്യ അലയൻസ് ഇനി ഇഫക്റ്റീവായിട്ട്, അതായത് ഇപ്പൊ തൊട്ടുടനെ എത്രത്തോളം ഇഫക്റ്റീവായി പ്രവർത്തിച്ചോ അതുപോലെ ഇഫക്റ്റീവായിട്ട് ഇനി മുന്നോട്ട് പോയാൽ ഒരു അടുത്ത 6 മാസം കഴിയുമ്പോഴേക്കും ഇനിയും ആളുകൾ പവർ ബാലൻസ് ഇങ്ങോട്ടാണ്. ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു പൊളിറ്റിക്സിൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പവർ ഉള്ള അല്ലെങ്കിൽ കൂടുതൽ പവർ വരാൻ സാധ്യത ഉള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ആ ട്രെൻഡ് ഇപ്പൊ ഇന്ത്യ അലയൻസ് അനുകൂലമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഇനി NDA സർക്കാരിനെ പറ്റിയിട്ട് ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ പോളിസികൾ ഇപ്പോ മുസ്ലിം വോട്ട് ബേസിലുള്ള അല്ലെങ്കിൽ പ്രോ മുസ്ലിം പോളിസീസ് എടുക്കുന്ന നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു BJP സർക്കാർ ഭരിക്കുക എന്നുള്ളത് അതൊരു പസിലിംഗ് ഗെയിം ആയിട്ട് മാറാൻ പോകണം അവർക്കിനി. കാരണം അവർക്കിനി എങ്ങനെ ആയാലും മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യത്തിനും ഇവരെയും കൺസൾട്ട് ചെയ്യേണ്ടി വരും. അവരുടെ ഒരു ഹെയ്റ്റ് പൊളിറ്റിക്സ്, അതായത് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പറയണ്ട, ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. നായികക്ക് 40 വട്ടം നരേന്ദ്രമോദി പറയുന്നു മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന സംവരണം ഞങ്ങൾ ഒഴിവാക്കും, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് താലി എടുത്തു കൊണ്ടുപോകാൻ പോകുന്ന ആളുകളാണ് എന്ന് പറയുന്നു. ആ നരേന്ദ്രമോദി മുസ്ലിം സംവരണത്തെ ഒരു അജണ്ടയാക്കി പ്രഖ്യാപിച്ച ചന്ദ്രബാബു നായിഡുവിനോട് ചോദിച്ചിട്ടേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരൊറ്റ ഫാക്ടർ മതി എത്രത്തോളം ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഏതായാലും ഇനി തൊട്ടുടനെ നാടകീയമായ കാര്യങ്ങളൊന്നും കാണാനില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സമയമെടുത്ത് പതുക്കെ കുറച്ച് അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകാനുണ്ട്. ഇനി കെജ്രിവാൾ വരാനുണ്ട് പിക്ചറിലേക്ക്. അപ്പോൾ ഇന്ത്യ അലയൻസ് ഒരു സഖ്യമായി മുന്നോട്ട് പോയി ഇഫക്റ്റീവായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു 5-6 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ഹേറ്റ് പൊളിറ്റിക്സ് ഇനി വല്ലാതെ മുന്നോട്ട് പോകില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. BJPയുടെ ഹേറ്റ് പൊളിറ്റിക്സ് മുന്നോട്ട് പോകില്ല എന്നുള്ള ഫസ്റ്റത്തെ തെളിവ് തന്നെ നമ്മൾ ഇന്നലെ ചേർന്ന NDA അലയൻസിന്റെ മീറ്റിംഗിൽ അത് കഴിഞ്ഞതിന് ശേഷം മോഡി ഇന്ത്യൻ ഭരണഘടന ചുംബിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണോ BJPക്ക് ഈ ഇലക്ഷനിൽ സംഭവിച്ചത്, അടി കിട്ടിയത്, അതിനുള്ള പരിഹാരം മോഡി ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം BJPയുടെ പല സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഭരണഘടന മാറ്റിയെഴുതുന്നു. അതേ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ട് തന്നെ ഭരണഘടന ചുംബിപ്പിക്കാനും
നരേന്ദ്രമോദി തന്നെ പറഞ്ഞു എല്ലാ മതങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ മതങ്ങളും മതപരമായിട്ടുള്ള മതേതരത്വമായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും വരുന്നത്. കാരണം അപ്പം ഇത് അവരെ ഹെയ്റ്റ് പൊളിറ്റിക്സ് മാത്രമല്ല, മൊത്തത്തിൽ ഈ BJP പറഞ്ഞ ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു ഇലക്ഷന്, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു കോഡ് എല്ലാം മാറ്റി എഴുതേണ്ടി വരും. മാറ്റി എഴുതിപ്പിച്ചു എന്നുള്ളതാണ്. മാറ്റി എഴുതിപ്പിച്ചു. കാരണം ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധി, കോൺഗ്രസ്, ഇവരെല്ലാരും കൂടി ചേർന്നുള്ള ഈ ഒരു ഒരുമിച്ചുള്ള മുന്നേറ്റം ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഈ BJP സർക്കാരിനെ കൊണ്ട് ബാക്കോട്ട് അടിപ്പിച്ചു കഴിഞ്ഞു. അതിന് സഹായിച്ച ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വലിയ സല്യൂട്ട് നൽകിക്കൊണ്ടാണ് നമ്മളിന്ന് സംസാരം നിർത്തുന്നത്. ഏതായിരുന്നാലും വരും ആഴ്ചകളിൽ നമുക്ക് തുടർന്നും നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.